കുഴിപ്പള്ളതുകാരി എത്തിയാ? ആ. എങ്ങനെ വന്ന്? ഓട്ടോയില്. അതെന്താ അപ്പം ബസ്സിന് പോരാഞ്ഞാ? ബസ്സിലും ഓട്ടോയിലും കൂടെ ഒരുമിച്ച് വരാൻ പറ്റുമോ? ഡീ നീ എന്താ ഇവിടെ പോയിട്ട് എന്നെ വിളിക്കാണ്ടിരുന്ന? ആ ചേച്ചി 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 എടി നീ വിളിക്കാണ്ടിരുന്ന എന്താണെന്ന്? വിളിക്കാൻ തോന്നിയില്ല. ചേച്ചി പിന്നെ ചേച്ചി കുഴപ്പളത്ത് പോകാൻ പോയപ്പോഴേ അവിടെ ജംഗ്ഷനിൽ വെച്ച് നമ്മുടെ ഉഷ ചേച്ചിയെ കണ്ടായിരുന്നെന്ന്. പക്ഷെ ചേച്ചി ഉഷ ചേച്ചിയെ കണ്ടില്ലെന്ന്. ഉഷ ചേച്ചി വിളിക്കാൻ വന്നപ്പോൾ തന്നെ ചേച്ചി ഏത് ഓട്ടോ കയറി അങ്ങ് പോയെന്ന്. ലച്ചു നീ ഇവൻ പറഞ്ഞ കേട്ടാ? കേശു പറഞ്ഞ കേട്ടില്ല. ആ ദേ ലച്ചു ചേച്ചി വന്ന് കണ്ടില്ലായിരുന്നോ? ദേ മാറിക്കോ ഒച്ചേ, പഠിച്ചും കിട്ടി വീണേനേലോ. ആ അമ്മ ഞാൻ എത്തിട്ടോ. ആ എത്തി. ആ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ മരുന്ന് കഴിക്കാൻ മറക്കല്ലേ. ആ അച്ഛനും മരുന്ന് കൊടുക്കണം. പിന്നെ അമ്മ ഷുഗറും കൂടെ ചെക്ക് ചെയ്യണം കേട്ടോ. ആ ആ അമ്മ ശരി. ആ അമ്മ ഇവളെന്താ ഇങ്ങനെ പെരുമാറുന്നത്? എനിക്കെങ്ങനെ അറിയാടാ? ഞാനും ഇപ്പോഴല്ലേ കാണുന്നത് ഇങ്ങനെ. ആ അത് തന്നെ ഇപ്പൊ കാര്യം. പിന്നെ നിനക്ക് സാധനം മേടിച്ചോണ്ട് വരാനല്ലോ ചേച്ചി കുഴപ്പളത്ത് വിട്ട് വന്നത്. പോച്ചെടുന്നു. അമ്മ പിന്നെ ഞാനിന്ന് ഉച്ച കഴിയുമ്പോൾ സേവാ സെന്ററിലോട്ടൊന്ന് പോകും കേട്ടോ. ആ പെട്ടെന്ന് വരണം കേട്ടാ. ആ വരും 2 മണിക്കൂർ. 2 മണിക്കൂറാ? അച്ഛനെ പോലെ കൊച്ചിൽ തന്നെ സ്വതന്ത്രനായിട്ട് അങ്ങ് നടക്കാണ്. അമ്മ ആൺകുട്ടികളുടെ ഒരു പരുവം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഇരുന്നു. ഏത് പരുവാണോ ആ പരുവം? എടാ 6 ഇഞ്ച് ചുറ്റളവില്ലാത്ത ഇടുപ്പിൽ മുണ്ടും ചുറ്റി കിടന്നാലേ പരിവാവില്ല കേട്ടെ. എന്റെ ഒരു പരുവം വന്നിരിക്കും. 15 14 വയസ്സ്. അയ്യോ 13 വയസ്സാവുന്നതേ ഉള്ളൂ. ചേട്ടൻ ചുമ്മാ ഷോ കാണിക്കല്ലേ. നീ എവിടെയായിരുന്നു? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ആ ലച്ചേ എങ്ങനെയുണ്ട് അവിടുത്തെ അച്ഛനിപ്പോ? അവിടുത്തെ അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അത് വിളിച്ചു നോക്കണം, അല്ലെങ്കിൽ പോയി അന്വേഷിക്കണം. ഓ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ 2 ദിവസം മുന്നേ വിചാരിച്ച അവളങ്ങോട്ടൊന്ന് പോകണമെന്ന്. എന്നിട്ടും തുറ്റി വണ്ടി കിട്ടിയില്ലേ? ഓഫീസിൽ നിന്ന് ഇതിനു വേണ്ടി ഇറങ്ങി അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, ഓഫീസ് കളഞ്ഞിട്ട്. തുറക്കോത്തരം പറയാൻ എനിക്ക് അതിൻ്റെ അപ്പുറം പറയാനറിയാം. പിന്നെ അമ്മ എന്തിനായിരുന്നു ഒരു കാര്യമില്ലാതെ അമ്മ അങ്ങോട്ട് പോകാൻ ചിന്തിച്ചു എന്നൊക്കെ പറയണത്? നടക്കാത്ത കേസല്ലേ അതൊക്കെ? ഓ നടക്കുന്ന കാര്യം മാത്രം പറയുന്ന ഒരാള്. ആ ആ കൊണ്ടുവന്നുണ്ടാവും. ഇങ്ങനെ കൈ പിടിച്ചു നട ഓർക്കുമ്പോ അപ്പ തരും. അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞത്. ആരെങ്കിലും പുറത്തു പോകാൻ വേണ്ടി നോക്കി നിൽക്കുക. തിരിച്ചു വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൊച്ചെന്തിനും ഇങ്ങനെ അയ്യേ പാറ ചമ്മിയേ നീ ചമ്മീന്ന് മോഹം കണ്ട അറിയാടി. ഓ മോഹം കണ്ട അറിയാ. കൊതിമുഖത്ത് ഇങ്ങനെ നിക്കുക. ചേച്ചി എന്തെങ്കിലും കൊണ്ടുവന്നോ അറിയാനാണാ? ചേച്ചിയുടെ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയട്ടാ? പറഞ്ഞാ ഒന്നുമില്ല. അയ്യേ പിന്നെയും ചമ്മി. അമ്മ നാളെ ഒന്ന് പാഴൂര് വരെ പോകും കേട്ടോ. എനിക്ക് ക്ലയന്റിനെ മീറ്റ് ചെയ്യാനുണ്ട്. എന്നാ പടവലത്തെ അപ്പൂപ്പനെ കണ്ടിട്ടൊക്കെ പോര്. ആ അത് ഞാൻ ആലോചിച്ചു. ഒന്ന് പടവലം കയറണം. അപ്പൂപ്പനൊന്നും പറയില്ല. പക്ഷെ അമ്മൂമ്മ എന്നെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയും. കാരണം അമ്മൂമ്മക്ക് ഇഷ്ടംപോലെ പരിഭവങ്ങളുണ്ടല്ലോ. എന്നെ ഒറ്റയ്ക്ക് കിട്ടിയാൽ കൊല്ലും. ആ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നീ മിണ്ടാണ്ട് നിന്നാൽ മതി. ഒരുപാട് പറയുകയാണെങ്കിൽ ഒറ്റടവേ ഉള്ളൂ. ഞാൻ പോണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി അങ്ങ് പോവുക. അപ്പോൾ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ചോളൂ. അത് കെട്ടിപ്പിടിക്കാൻ മാത്രല്ല, ചിലപ്പോൾ കരയും ചെയ്യും. ഇത് കണ്ടിട്ട് അപ്പൂപ്പൻ സീനാക്കുകയും ചെയ്യും. അമ്മയ്ക്ക് ഇപ്പോഴായിട്ട് എപ്പോഴും കരച്ചില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. വയസ്സായില്ലേ? അല്ല ലച്ചു അടുക്കള കയറിയില്ലേ? ഓ സീരിയസ് ആയിട്ട് ആരോടോ ഫോൺ ചെയ്യുന്നുണ്ട്. ആരാ അറിയില്ല. സിദ്ധുളിയായിട്ട് വലിയ പ്രശ്നമുണ്ട്. അല്ല ഉടക്കോ അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും ഇതല്ലേ ചോദിക്കാനുള്ളത്. ഒന്നുമില്ല. അല്ല അവള് അങ്ങനെയല്ലേ ബിഹേവ് ചെയ്യണത്. ഇപ്പൊ ഞാൻ അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. ഇളയുന്നില്ല പുള്ളികൾ അടുക്കളയിൽ വരുമ്പോ പാട്ട് പാടിയ കേശു നല്ലത് കിട്ടും. ഇല്ല ഇനി പാടൂല അമ്മ. പിന്നെ ഞാൻ വന്ന വേറൊരു കാര്യം പറയാനാണ്. അവിടെ ഞാൻ ചെന്നപ്പോഴേ ലച്ചേച്ചി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ചോദിച്ചു, ചേച്ചി എന്ത് ചേച്ചി ഇങ്ങനെ ഇരിക്കണേ, നമുക്ക് അടിയൊക്കെ ഉണ്ടാക്കട്ടെ എന്ന്. കൂളായിട്ട് എന്നെ നോക്കിയിട്ട് പിന്നെ ഫോണിൽ നോക്കിയിരിക്കണം. ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയണ്ട, അതങ്ങ് വിട്ടേക്ക്. നീ എന്തിനാ അവിടെ തുടക്കാൻ പോണേ? ഒരു കാര്യമില്ലുണ്ട്. പൊതുവെ അങ്ങനെ അല്ലല്ലോ.